എല്ലാവർക്കും നമസ്കാരം. SSR ഭാഗത്തു നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. +2 ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3000 വേക്കൻസി ഉണ്ട്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പുതിയൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത എല്ലാ നോട്ടിഫിക്കേഷൻസും വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 18 ജൂലൈ 2025 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് SSR വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 8/9/2025 മുതൽ 8/9/2025 മുതൽ 18/9/2025 വരെയാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. LDC ഉണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ലെവൽ 4 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ലെവൽ 5 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഉണ്ട്. ടോട്ടൽ 3131 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സിലെ അൺറിസർവ്ഡിനും 30 വയസ്സിൽ OBCക്കും 32 വയസ്സിലെ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 14/7/1998നും 18 മുതൽ 27 വയസ്സ് വരെ 2/1/1999നും 1/1/2008നും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2/1/1999നും 1/1/2008നും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് 3 വർഷം OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴി SSR വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 100 രൂപ ഫീസ് ഉണ്ട്. SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 പാസ്സുകാർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഏത് +2 പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ എക്സാമിൻ സെന്റർ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ഇതിന് എക്സാമിൻ സെന്റർ ഉണ്ട് എന്ന് നോക്കാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ കേരളത്തിൽ എക്സാമിൻ സെന്റർ ഉണ്ട്. ലക്ഷദ്വീപിൽ കവരത്തിലുമാണ് എക്സാമിൻ സെന്റർ പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ എല്ലാവരെയും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ്. താങ്ക്